കുഞ്ഞനുറുമ്പും കൂട്ടുകാരും. ഒരിക്കലൊരിടത്ത് ഒരു കുഞ്ഞനുറുമ്പുണ്ടായിരുന്നു. അവൻ നടക്കുന്നത് വളരെ പതുക്കെയാണ്. അതുകൊണ്ട് അവൻ്റെ കൂട്ടുകാർ അവനെ എപ്പോഴും കളിയാക്കും. അയ്യേ, എടാ മടിയാ, നീ എപ്പോഴും ഇഴയുകയാണല്ലോ, ഒന്ന് ശരിക്കും നടക്കാൻ പഠിക്കടാ എന്ന് പറഞ്ഞ് കൂട്ടം കൂടി നിന്ന് കളിയാക്കും. എന്നിട്ട് വേഗത്തിൽ നടന്നുകൊണ്ട് കുഞ്ഞനുറുമ്പിനെ തോൽപ്പിച്ച് പിന്നിലാക്കും. പാവം കുഞ്ഞനുറുമ്പ് കൂട്ടുകാരുടെ ഈ കളിയാക്കലിന്റെ വിഷമത്തിൽ കുറച്ചുകൂടി പതുക്കെയാവും പിന്നെയുള്ള നടത്തം. ചിന്നൻ എന്ന പേരുള്ള ഒരു ഉറുമ്പാണ് കുഞ്ഞനെ കളിയാക്കുന്നവരുടെ നേതാവ്. ചിന്നന് എല്ലാത്തിലും ഒന്നാമനാകണം. അതുകൊണ്ടവൻ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്തു തീർക്കും. വേഗത്തിൽ നടക്കും, വേഗത്തിൽ ഓടും, വേഗത്തിൽ ചാടും, വേഗത്തിൽ ആഹാരം കഴിക്കും, വേഗത്തിൽ വെള്ളം കുടിക്കും. അങ്ങനെ എല്ലാം വേഗത്തിൽ. കുഞ്ഞനൊഴികെ മറ്റെല്ലാ ഉറുമ്പുകളും ചിന്നനെ പോലെയാകാൻ രഹസ്യമായി കൊതിച്ചു. കണ്ടില്ലേ, എത്ര വേഗത്തിലാണ് ഈ ചിന്നൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്കും അവനെ പോലെ ആകണം. മറ്റുള്ള ഉറുമ്പുകൾ പരസ്പരം അടക്കം പറഞ്ഞു. എന്നിട്ടവർ കുഞ്ഞനെ കളിയാക്കിക്കൊണ്ടൊരു പാട്ടുപാടി. അമ്പട മടിയാ കുഞ്ഞാപ്പി, ഇമ്പിടി വേഗം നടന്നു വാ. പാവം കുഞ്ഞൻ. കൂട്ടുകാരുടെ കളിയാക്കൽ പാട്ട് അവനെ വല്ലാതെ സങ്കടപ്പെടുത്തി. അന്നവൻ പതുക്കെ നടന്ന് ഒരുപാട് വൈകിയാണ് വീട്ടിലെത്തിയത്. നനച്ചിരിക്കാതെ അന്ന് രാത്രി കാട്ടിലാകെ വലിയൊരു മഴ പെയ്തു. നേരം വെളുക്കാറായപ്പോൾ ഉറുമ്പു വീടുകളിലെല്ലാം വെള്ളം നിറയാൻ തുടങ്ങി. പേടിയോടെ എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പതിയെ ഇറങ്ങി. പക്ഷേ മഴ പെയ്ത് മണ്ണാകെ നനഞ്ഞു കിടന്നതിനാൽ ഉറുമ്പുകൾക്ക് വേഗത്തിൽ നടക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാം പേടിച്ച് ഒരിടത്ത് ഒതുങ്ങി നിന്നു. ചിന്ന, അധിക നേരം നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഇവിടെ നിന്നും വേഗത്തിൽ രക്ഷപ്പെടണം. നേതാവായ നീ വേഗത്തിൽ തന്നെ ഒരു ഉപായം പറയൂ, കൂട്ടുകാർ ചിന്നനെ നോക്കി പറഞ്ഞു. എന്താണ്, നനഞ്ഞു കുഴഞ്ഞ മണ്ണിൽ വേഗത്തിൽ നടക്കാനുള്ള ഉപായമോ? ഹേയ്, എനിക്കതൊന്നും അറിയില്ല, ചിന്നൻ ദേഷ്യത്തോടെ പറഞ്ഞു. ചിന്നൻ ആകെ പേടിച്ച മട്ടാണ്. ഇതു മനസ്സിലാക്കിയ കുഞ്ഞൻ പതിയെ മുന്നോട്ട് നടന്നുവെന്ന് പറഞ്ഞു. കൂട്ടുകാരെ, പേടിക്കണ്ട. ഒട്ടും പേടിക്കാതെ പതുക്കെ ഓരോ ചുവടും ശ്രദ്ധയോടെ ഉറപ്പിച്ചു വെച്ചാൽ മതി. കുഞ്ഞൻ്റെ ഉപദേശം കേട്ടതും കൂട്ടുകാർ പതുക്കെ ശ്രദ്ധയോടെ മുന്നോട്ട് നടന്നു. അങ്ങനെ അവസാനം എല്ലാവരും സുരക്ഷിതമായൊരിടത്ത് എത്തിച്ചേർന്നു. കൂട്ടുകാർ കുഞ്ഞനോട് നന്ദി പറഞ്ഞു. അപ്പോൾ അവരോട് കുഞ്ഞൻ പറഞ്ഞു, വേഗതയേക്കാൾ പ്രധാനമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയും ക്ഷമയും ഉണ്ടായിരിക്കുക എന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ കഴിയൂ. അങ്ങനെ സന്തോഷം കൊണ്ട് ചിന്നനും കൂട്ടുകാരും മിടുക്കനായ കുഞ്ഞനെ അവരുടെ നേതാവാക്കി. അവരിപ്പോൾ പാടുന്ന പാട്ട് കേൾക്കണ്ടേ? കുഞ്ഞാമിടുക്ക കുഞ്ഞോനെ, പയ്യെ പയ്യെ നടക്കാലോ, പയ്യെ പയ്യെ നടന്നങ്ങ് പാട്ടും പാടി പോവാലോ.